Game on! Now game on with Kiko and get your power mode on. If you have not experienced the same, download the game. Available on Google Play. ഇല്ല. എന്ത് പറ്റി സാർ? ഡിഞ്ചക 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 ജാ. ഇനി നിങ്ങളോടൊക്കെ ഞാൻ എന്താ പറയാ? സാർ പക്ഷെ എന്താ സംഭവിച്ചത്? ജിഞ്ചിക്ക് 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 ജാ. മ്യൂസിയത്തിലെ പെയിന്റിംഗ് മോഷണം പോയി. അപ്പോഴാ തന്റെ ചോദ്യം എന്താ സംഭവിച്ചതെന്ന്. ഏത് പെയിന്റിംഗാ സാറേ? ടിക് 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 ടിക്. നമ്മുടെ മ്യൂസിയത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള ഇവിടെ മുന്നിൽ വെച്ചിരുന്ന പെയിന്റിംഗ് ആണ്. അയ്യോ, നമ്മുടെ മാസ്റ്റർ പീസോ? അതെങ്ങനെയാ മോഷണം പോയത്? കണ്ടില്ലത് സെക്യൂരിറ്റി നിങ്ങളല്ലേ? എന്നിട്ട് ഞാൻ പറയണോ മാസ്റ്റർ പീസ് എങ്ങനെയാ മോഷണം പോയെന്ന്? വാഹാ. ഹണി, നീ ഇതെന്താ ചെയ്യുന്നേ? ഞാനിവിടെ ചന്ദ്രന് പെയിന്റ് അടിച്ചോണ്ടിരിക്കുക. എന്തോന്ന് നിനക്കെന്താ കണ്ണ് കണ്ടൂടെ? ഞാനിവിടെ പെയിന്റിങ് ചെയ്യുക. എടാ, ഞങ്ങൾ അതൊക്കെ കാണുന്നുണ്ട്. പക്ഷെ നീ എന്തിനാണ് പെയിന്റിങ് ചെയ്യുന്നത്? കാരണം കഴിഞ്ഞ രാത്രിയാണ് എനിക്ക് മനസ്സിലായത് ഞാനൊരു പെയിന്റർ ആണെന്ന്. ആഹാ, അത് ശരി. അതെങ്ങനെയാ? കഴിഞ്ഞ ദിവസം രാത്രി ഞാൻ ഭക്ഷണം കഴിക്കുമ്പോ ഭക്ഷണത്തിൽ എരിവ് കുറച്ച് കൂടുതലായിരുന്നു. അപ്പോഴാ എനിക്ക് മനസ്സിലായത് ഞാനൊരു പെയിന്റർ ആണെന്ന്. ഓ, എടാ, ഭക്ഷണത്തിന് എരിവ് കൂടിയതും പെയിന്റർ ആണെന്നുള്ള തിരിച്ചറിവും തമ്മിൽ എന്താടാ ബന്ധം? മാറാ കഴുത്. കാരണം അതിൽ എരിവ് കൂടുതലായിരുന്നില്ലേ, അതുകൊണ്ട് ഞാൻ അതിൽ എന്നാ കാണിച്ചോണ്ടിരുന്നത്. മാത്രമല്ല അതിൽ നിന്നൊരു പ്രത്യേക മ്യൂസിക്കാ പുറത്തു വന്നത്. എങ്കിൽ നിനക്ക് അതിൽ നിന്ന് മ്യൂസിഷ്യൻ ആവാനുള്ള തോന്നലല്ലേ വരേണ്ടത്. ഓ, അത് ശരി. അപ്പൊ എനിക്ക് എന്തുകൊണ്ട് ഞാനൊരു പെയിന്റർ ആണെന്ന് തോന്നിയത്? ഞങ്ങൾക്ക് മനസ്സിലായി നീ ഒരു പെയിന്റർ ആണെന്ന്. അടിക്കുന്നതാണെങ്കിൽ പെയിന്റ് അല്ല, ബ്ലണ്ടറാ, ബ്ലണ്ടർ. എന്താ ഈ വരച്ചേക്കുന്നേ? വാവ്, എനിക്കിതാ എന്റെ മോഡലിനെ കിട്ടി. ഇനി ഞാൻ നിന്റെ പെയിന്റിംഗ് വരക്കും വണി. എന്റെയോ? പിന്നെ ശരി. വാവ്, ഇതാണ് എന്റെ മാസ്റ്റർ പീസ്. എവിടെ? അയ്യോ, അല്ല, ഇതാരാണ്? ആഹാ, കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. എന്താ ഭംഗി, വളരെ അത്ഭുതമായിരിക്കുന്നു. ഹണി, ഇത് ലോകത്തിന് തന്നെ ഷെയർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആ, അതൊരു നല്ല ഐഡിയ ആണ്. അല്ല, അതെങ്ങനെ ഷെയർ ചെയ്യാ? മ്യൂസിയത്തിൽ കൊണ്ടുപോയി വെക്ക്. അപ്പൊ എല്ലാവർക്കും മനസ്സിലാവും ഇത് ബണ്ണിയുടെ പടമാണെന്ന്. അത് പിന്നെ വേണ്ട വേണ്ട, മ്യൂസിയത്തിലേക്ക് ആര് പോവാനാ? വല്യളിയാ, നീ ഇതങ്ങ് അപ്ലോഡ് ചെയ്യേ. ആ, ഏറ്റവും നല്ലത് ഈ ബണിയുടെ ഐഡിയ തന്നെയാണ്. ലൈക്സും കിട്ടും, പിന്നെ എന്റെ ഈ കലാപരമായ കഴിവ് ഫേമസ് ആവുകയും ചെയ്യും. ദാ നോക്കിയേ, ഞാൻ എന്റെ ഫോട്ടോ പബ്ലിക്കിന് കാണാനായി അപ്ലോഡ് ചെയ്തു. എന്താ ഇത്? എങ്ങനെയെങ്കിലും ആ ഫോട്ടോ കണ്ടുപിടിക്കണം. സാർ, കള്ളനത്ര ബുദ്ധിയൊന്നുമില്ല. മോഷ്ടിച്ചിട്ട് ആ ഫോട്ടോ ഇന്റർനെറ്റിലിട്ടു. എന്നിട്ട് എഴുതിയിരിക്കുന്നു അത് അവന്റെ പെയിന്റിംഗ് ആണെന്ന്. നോക്കട്ടെ നോക്കട്ടെ, അവൻ ആരാണെന്ന്. ഈ കാണുന്നത് എന്റെ പെയിന്റിംഗ് തന്നെയാണല്ലോ. ചെമ്പാ 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 ചാ. എത്രയും പെട്ടെന്ന് എന്റെ പെയിന്റിംഗ് ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുപോവാ. ഇവിടെ ആരും ഇല്ലേ? ഹലോ, പറയൂ, ആരാണ് നിങ്ങൾ? എന്താണ് വേണ്ടത്? ദാ ഇരിക്കുന്നു പെയിന്റിംഗ്.
കൊച്ചളിയ അയാൾ കൊച്ചളിന്റെ പെയിന്റിംഗ് എടുത്തോണ്ട് ഓടി. വേറെ ഏതെങ്കിലും പെയിന്റിംഗ് ആണെങ്കിൽ പോലും എനിക്ക് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ അയാൾ കൊണ്ടുപോയത് നിന്റെ പെയിന്റിംഗ് കൊച്ചളിയ. അതെന്റെ ഹൃദയത്തിൽ നിന്ന് വരച്ചെടുത്തതാ കൊച്ചളിയ. അതെന്റെ മനസ്സിന് ഒരുപാട് ഇഷ്ടപ്പെട്ട പെയിന്റിംഗ് ആയിരുന്നു. ഹണി, നീ എന്നെ ആകെ ഇമോഷണൽ ആക്കി കളഞ്ഞല്ലോ. ടെൻഷൻ അടിക്കണ്ട, നമ്മൾ ആ പെയിന്റിംഗ് ഉറപ്പായി തിരിച്ചു പിടിച്ചിരിക്കും. വേഗം വാ. Game on! Now game on with Kiko! And get your power mode on! If you have not experienced the same, download the game! Available on Google Play. ദാ പോകുന്നു. ഹണിയെയും ബണിയെയും നമ്മളെ പിടിക്കാൻ ഏൽപ്പിച്ചിരിക്കുകയെന്നാ എനിക്ക് തോന്നുന്നത്. പക്ഷേ ഒരു കാരണവശാലും നമ്മൾ അവരുടെ കയ്യിൽ പെടില്ല. ഒരിക്കലും പെടില്ല. എന്റെ പൊന്നളിയാ, ഈ ഹാ ഈ ഊ അത് ഈ വണ്ടി സ്പീഡിൽ ഓടിക്കൂല ഭായ്. ലൈലയല്ല, ഞാനാ. അവനെ ഒന്ന് വഴി തെറ്റിക്കണം. നീ ലെഫ്റ്റിലോട്ട് വിട്, ലെഫ്റ്റിലോട്ട്. കൂട്ടുകാരെ, നമ്മൾ തെറ്റായിട്ടുള്ള വാനാണ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥ പെയിന്റിംഗ് ആ വാനില. വേറെയും ആൾക്കാരെ വിളിച്ചിട്ടുണ്ടെന്നാ തോന്നുന്നത്. പുറകിൽ വേറെ വണ്ടിയുണ്ട്. പക്ഷെ ഒരു കാരണവശാലും നമ്മൾ വിട്ടുകൊടുക്കാൻ പോകുന്നില്ല. വണ്ടി കാലിയാണ്. അവർ ആ പെയിന്റിങ്ങുമായി ഇതിൽ നിന്നിറങ്ങി ഓടി. ഏതെങ്കിലും ആൾക്കൂട്ടത്തിൽ ഒളിച്ചു കാണും. ശ്രദ്ധിച്ചു നോക്കൂ കൂട്ടുകാരെ. ആ ദാ പോകുന്നു. ലൈല മജ്നു. അല്ല, ഇവരുടെ കയ്യിൽ ഒരു പെയിന്റിംഗ് ഉണ്ടല്ലോ. അതേ പെയിന്റിംഗ് തന്നെയല്ലേ ലൈല മജ്നുവിന്റെ കയ്യിലുള്ളത്. ഒരു പെയിന്റിംഗ് ഒരേ സമയത്ത് രണ്ട് സ്ഥലങ്ങളിൽ എങ്ങനെയാ ഉണ്ടാവുക? എന്റെ കൂട്ടുകാരെ, ആ ലൈല മജ്നു ഏതോ പെയിന്റിംഗ് മോഷ്ടിച്ചിട്ടുണ്ട്. രണ്ട് പെയിന്റിംഗ്സ് ഉണ്ട്. ആയിക്കോട്ടെ, പക്ഷെ എനിക്കാകെ ഒരു പെയിന്റിംഗ് മതി. അതും ഞാൻ വരച്ചത്. ഞാനിപ്പോ ഹണിയോടൊപ്പം പോവുകയാണ്. നിങ്ങൾ ആ ലൈല മജ്നുവിനെ പിടിക്ക്. എന്നിട്ട് രണ്ടാമത്തെ പെയിന്റിംഗ് കൊണ്ടുവാ. ഇവരെന്റെ പെയിന്റിംഗ് എടുത്തോണ്ട് വന്നതേ മ്യൂസിയത്തിൽ വെക്കാൻ വേണ്ടിട്ടാ. പോകട്ടെ, നമ്മൾ ഇവരെ സംശയിക്കുകയല്ല, സഹായിക്കുകയോ വേണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. മോഷ്ടിച്ച പെയിന്റിംഗ് വിൽക്കാൻ വേണ്ടി ആയിരിക്കും കൊണ്ടുവന്നത്. അകത്ത് എന്ന് അതിന്റെ മുതലാളിക്ക് രണ്ടെണ്ണം കൊടുക്കേണ്ടി വരുമെന്നാ എനിക്ക് തോന്നുന്നത്. സംശയമുണ്ടോ? നിങ്ങൾ രണ്ടുപേരും എന്തായി കാണിക്കുന്നത്? സാർ, വളരെ കഷ്ടപ്പെട്ട ഞങ്ങൾ ആ കള്ളന്മാരുടെ കയ്യിൽ നിന്ന് പെയിന്റിംഗ് എടുത്തത്.
നിങ്ങൾ എന്തിനാണ് ഈ ഓടുന്നത്? അയ്യോ സാറേ, ഇതാ കള്ളന്മാരാ. ഇവരുടെ കയ്യിൽ നിന്നാ നമ്മൾ ഈ പെയിന്റിംഗ് എടുത്തത്. ഇവർ ഞങ്ങളെ പിന്തുടരുകയായിരുന്നു. ജിഞ്ചിങ് 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 ധോം. എടാ വിട്ടികളെ, കള്ളന്മാർ അവരാണ്. പിന്നെ നിങ്ങൾ എന്തിനാണ് ഓടി രക്ഷപ്പെടുന്നത്? ശരിയാണല്ലോ, അത് ഞങ്ങൾ ആലോചിച്ചില്ല. കള്ളന്മാരോ? അതിനോട് ആരാ കള്ളൻ? എവിടെയാ കള്ളൻ? നിങ്ങളെ കള്ളൻ, എന്റെ പെയിന്റിംഗ് മോഷ്ടിച്ച കള്ളന്മാർ. എന്ത്? എടോ, ഈ പെയിന്റിംഗ് എന്റെ കൂട്ടുകാരെ വരച്ചതാ. ഇവന്മാരാ കള്ളന്മാര്. വീട്ടിൽ വന്ന് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഈ പെയിന്റിംഗ് എടുത്തോണ്ട് ഓടുകയായിരുന്നു. അതെ, ഈ പെയിന്റിങ്ങിലെ എന്റെ കൊച്ചളീനുണ്ട്. ഇത് നിങ്ങളുടെ അല്ല, ഞങ്ങളുടെ മ്യൂസിയത്തിലെ മാസ്റ്റർ പീസ് ആണ്. ഇത് നോക്ക്. അല്ല, അതെങ്ങനെയാ സംഭവിക്കുക? ഇത് ഇന്നാ ഇവൻ വരച്ചത് തന്നെ. ഇതിൽ ഉറപ്പായി എന്തോ കൺഫ്യൂഷൻ ഉണ്ട്. ഇതിൽ ഒരു കൺഫ്യൂഷനും ഇല്ല. കള്ളന്മാർ പിടിക്കപ്പെടുമ്പോ ഇങ്ങനെയൊക്കെ തന്നെയാ പറയാറ്. പോലീസിനെ വിളിക്കേ. ഇതാ നിങ്ങളുടെ മ്യൂസിയത്തിലെ പെയിന്റിംഗ്. ഞങ്ങളുടെ മ്യൂസിയത്തിലെ പെയിന്റിങ്ങോ? ഞങ്ങൾ ഈ പെയിന്റിങ്ങിനെ രക്ഷിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. ആ, നിങ്ങൾ പോലീസിനെ വിളിച്ചോ? അത് ഹണിക്ക് വേണ്ടിയല്ല, യുവമാർക്ക് വേണ്ടിയാ. ഈ രണ്ടാമത്തെ പെയിന്റിംഗ് ആരുടേതാണ്? നന്നായിരിക്കുന്നു, വളരെ നന്നായിരിക്കുന്നു. തനിക്ക് തന്റെ സ്വന്തം പെയിന്റിംഗ് കണ്ടിട്ട് മനസ്സിലാവുന്നില്ലേ? എന്റെ പെയിന്റിംഗ് ഇതാണ്. അക്കടെ വെക്കാടേ. ഇതെന്ത് മായയാണ്? സത്യത്തിൽ നിങ്ങളുടെ കയ്യിലുള്ള ഈ പെയിന്റിംഗ് എന്റെ വെല്ലുവിളിയും വരച്ചതാണ്. പക്ഷെ അത് എങ്ങനെയാണ് നിങ്ങളുടെ സെയിം പെയിന്റിംഗ് പോലെ ആയതെന്ന് അറിയില്ല. പിന്നെ ഈ പെയിന്റിംഗ് ഉണ്ടല്ലോ, അത് നിങ്ങളുടേതാണ്. ഈ പെയിന്റിംഗ് ആണ് ഇവർ മോഷ്ടിച്ചത്. എനിക്കിപ്പോ എല്ലാം മനസ്സിലായി. സത്യത്തിൽ ഞാൻ സ്വന്തമെന്ന് കരുതിയ ഈ പെയിന്റിംഗ് ഇതെന്റേതല്ല. എന്നാൽ എന്റെ പെയിന്റിംഗ് കണ്ടപ്പോ എന്റേതാണെന്ന് എനിക്ക് തോന്നിയതേ ഇല്ല. അതുപോലെ നിങ്ങളുടെ പെയിന്റിംഗ് നിങ്ങളുടേതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല. പക്ഷെ എനിക്ക് തോന്നിയത് അത് എന്റേതാണെന്ന്. പക്ഷെ അതിന്റെ അടുത്തിരുന്ന പെയിന്റിംഗ് എന്റേതാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയ പെയിന്റിംഗ് അത് എന്റേതായിരുന്നില്ല. ഞാൻ മനസ്സിലാക്കിയതുണ്ടല്ലോ, അത് ഞാൻ മനസ്സിലാക്കാത്തതായിരുന്നു. അല്ല, സത്യത്തിൽ ഞാൻ എന്താണ് ഈ പറയുന്നത്? കൺഫ്യൂഷൻ ആവേണ്ട ഒരാവശ്യമില്ല. ഇതാണ് നിങ്ങളുടെ പെയിന്റിംഗ്. ഇതാണ് നിങ്ങളുടെ പെയിന്റിംഗ് മോഷ്ടിച്ച കള്ളന്മാർ. പക്ഷെ സാറിന് വേണമെന്നുണ്ടെങ്കിൽ എന്റെ പെയിന്റിംഗും ഈ ആർട്ട് ഗാലറിയിൽ വെക്കാവുന്നതാണ്. ഇന്നായില്ലെങ്കിൽ എന്താ പ്രശ്നം? നാളെ അല്ലെങ്കിൽ മറ്റന്നാള് ഞാൻ അറിയപ്പെടുന്ന ഒരു പെയിന്ററായി മാറും.